ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ, വോയിസ് ഓവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഈ വീഡിയോ ഞാൻ നൈറ്റിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഫ്രീ ആവുന്ന സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ സ്കെച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പോർട്രേറ്റ് സ്കെച്ചാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സ്കെച്ച് ബുക്കിലാണ് കേട്ടോ ഞാൻ പോർട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന എന്തെങ്കിലും തോട്ട്സ് എന്തെങ്കിലും വരയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ കാണുന്ന പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സ്കെച്ച് വരയ്ക്കുക, അതല്ലെങ്കിൽ പോർട്രേറ്റ് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാറൊക്കെ ഈ സ്കെച്ച് ബുക്കിലാണ് കേട്ടോ. അപ്പോൾ വര തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് മസ്റ്റായിട്ട് ആവശ്യം സോങ്ങാണ്. ബാക്ക്ഗ്രൗണ്ടിലൊരു സോങ് ഒക്കെ ഇട്ടിട്ട് ഒരു വൈബായിട്ടിരുന്ന് വരയ്ക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതുപോലെ പോർട്രേറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഫറൻസ് സെർച്ച് ചെയ്യൽ പിൻട്രസ്റ്റിലാണ് കേട്ടോ. അതിൽ നേരെ പോർട്രേറ്റ് റെഫറൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് റെഫറൻസ് വരും. അതിലേതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്തിട്ട് അത് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്, ഇതിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് റെഫറൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവും. കുറേ കഴിഞ്ഞിട്ടാണ് ഒരു റെഫറൻസ് ഞാൻ സെലക്ട് ചെയ്യുക. പറ്റുന്നതും നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഗാലറി സൂക്ഷിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതിനു വേണ്ടി കുറേ സമയം വേസ്റ്റ് ആവും കേട്ടോ. അങ്ങനെ അവസാനം എനിക്ക് കിട്ടിയൊരു റെഫറൻസാണിത്. ഈ ഒരു ഗേളിൻ്റെ പിക്ചറാണ് കേട്ടോ ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ജസ്റ്റ് സാധാരണ ഒരു പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ലൂയിസ് മെത്തേഡ് ആട്ടോ ഞാൻ യൂസ് ചെയ്യാറ്. പണ്ടൊക്കെ ഞാൻ ലൂയിസ് മെത്തേഡ് യൂസ് ചെയ്യാതെ വരച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പം നമുക്ക് വരയ്ക്കുന്ന സമയത്ത് ഭയങ്കര കോൺഫിഡൻസ് ആണ്. പക്ഷേ വരച്ച് കഴിഞ്ഞ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ കണ്ണിനായിട്ടോ അല്ലെങ്കിൽ മൂക്കിലോ എന്തെങ്കിലുമൊക്കെ ഒരു ചെരിവ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് തോന്നും, വരച്ചത് ശരിയാവാത്ത പോലെ തോന്നും. അപ്പോൾ ഞാൻ ഇപ്പോൾ ലൂയിസ് മെത്തേഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആവുന്നുണ്ട്. ലൂയിസ് മെത്തേഡ് എന്താണെന്ന് അറിയാത്തവർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഒരുപാട് യൂട്യൂബിലുണ്ട്. ഏകദേശം എനിക്ക് കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ലിപ്പിൻ്റെ ഒക്കെ ഒരു പോയിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്കെച്ച് ചെയ്യുക. ഇത് സംഭവം വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ അറിഞ്ഞത്, കൈ കാരണം വീഡിയോ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഫൈനലി നമ്മൾ റെഫറൻസിലെ പോലെ ഏകദേശം
ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കെച്ചിങ് ഏകദേശം ഫിനിഷായി. ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പൗച്ച്. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും കൊണ്ടുനടക്കുന്ന ഒരു പൗച്ചാണ്. ഇതിൽ ഈ പെയിൻറ്റും ബ്രഷ്, പെൻസില്, പെന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ പെയിൻ്റാട്ടോ ഞാൻ യൂസ് ചെയ്യൽ. ഇത് മീഷോന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ വാട്ടർ പെയിൻ്റാണ്. വാട്ടർ പെയിൻറ്റ് ചെയ്യുമ്പോൾ വാട്ടർ പെയിൻറ്റ് എന്ന് മാത്രമല്ല, എല്ലാ പെയിൻറ്റിങ് ആണെങ്കിലും നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ചെയ്യുക. പക്ഷേ ഞാനിതിൽ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ലെയർ ബൈ ലെയർ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ടൊരു പെയിൻറ്റിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കയ്യിൽ കരുതണം, ബ്രഷ് കഴുകാനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മിക്സ് ചെയ്യാൻ കുറച്ച് സ്പേസ് വേണം. ഈ പെയിൻറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാട്ടോ ഞാൻ പെയിൻറ്റൊക്കെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ തുടച്ച് ക്ലീൻ ആക്കിയിട്ടില്ലായിരുന്നു. അതിപ്പോൾ ഞാൻ തുടച്ച് ക്ലീൻ ആക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ വരച്ചപ്പോഴൊന്നും ഈ ഒരു എറേസർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഫിനിഷ് ആയതിന് ശേഷം ഞാൻ എറേസർ വെച്ചിട്ട് ജസ്റ്റ് സ്കെച്ചൊന്ന് മായ്ച്ച് കളയുകയാണ്. അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് നെയിൽസ് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ബോറായിട്ട് തോന്നും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എറേസ് ചെയ്യണം, എന്നിട്ട് പെയിൻറ്റ് ചെയ്യാം. ഞാൻ റെഫറൻസിൽ കാണുന്ന പോലെ ഏതൊക്കെ കളറാണ് വന്നിട്ടുള്ളത് ആ കളർ നേരെ അതേപോലെ തന്നെ ജസ്റ്റ് വെറ്റ് ഓൺ വെറ്റ് ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണ് കേട്ടോ. വെറ്റ് ഓൺ വെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈ ആവാൻ നിൽക്കാതെ എല്ലാ ലെയറും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ആ ഒരു രീതിയാണ് വെറ്റ് ഓൺ വെറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഇതുവരെയായിട്ടും ഞാൻ ഒറ്റ ബ്രഷ് ഉപയോഗിച്ചിട്ടോ വരച്ചുകൊണ്ടിരുന്നത്. ഇനി ഞാൻ പോയിൻ്റ് ബ്രഷ്, ഇതുവരെ ഞാൻ ഫ്ലാറ്റ് ബ്രഷാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഞാൻ പോയിൻ്റ് ബ്രഷാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഫേസ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലിപ്പിലും പിന്നെ കുറച്ച് പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ്. പിന്നെ വലിയ ഫ്ലാറ്റ് ബ്രഷോ റൗണ്ട് ബ്രഷോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ചെറിയൊരു സ്കെച്ച് ബുക്കാണ്. A5 ആട്ടോ ഈ സ്കെച്ച് ബുക്കിൻ്റെ സൈസ് വരുന്നത്.
അപ്പോൾ ഏകദേശം പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹെയറും കൂടെയാണ് ചെയ്യാനുള്ളത്. ഈ ബ്രഷ് ആട്ടോ ഞാൻ ഹെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ ആ ഹെയറിൻ്റെ ലൈനുകളൊക്കെ കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. നമ്മൾ ഫസ്റ്റ് ബ്ലാക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹെയർ ചെയ്യുക. പിന്നെ നമ്മൾ ബ്ലാക്ക് യൂസ് ചെയ്യാതെ ബാക്കിയുള്ള ബ്ലൂ, ഗ്രീൻ, റെഡ് ഇതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ടൊരു ഡാർക്ക് കളറാക്കി എടുക്കുക. ഒരു ബ്ലാക്ക് ഡാർക്ക് കളറാക്കി എടുത്തിട്ട് ആ കളർ വെച്ചിട്ട് ഹെയർ ചെയ്യണം. അപ്പോഴാണ് കുറച്ചും കൂടെ ബെറ്റർ ആവുക. ഫൈനലി നമ്മുടെ പെയിൻറ്റിങ്ങും അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്കെച്ച് ബുക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഫിനിഷ് ആക്കാൻ വേണമെങ്കിൽ, പക്ഷേ ഞാൻ കുറച്ചും കൂടെ എൻ്റെ സ്കെച്ച് ബുക്കിലായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പെന്നും കൂടെ യൂസ് ചെയ്യാറുണ്ട്. ഈ പെന്നും ഞാൻ മീഷോന്ന് കേട്ടോ വാങ്ങിച്ച്. ഈ പെന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഔട്ട്ലൈൻ വരയ്ക്കാറുണ്ട്. ഈ പോർട്രേറ്റിൻ്റെ ചുറ്റിനും ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേതെങ്കിലും ഒരു കളറ്, റെഡോ യെല്ലോ അങ്ങനെ ഏതെങ്കിലും ഒരു കളറ് വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോയിൽ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.